ശ്രേഷ്ഠ കവി ONV പറയാറുണ്ട്, കവിതകൾ എഴുതുമ്പോൾ അവയിൽ ഗാനത്തിൻ്റെ താരല്യം ഇടചേർന്ന് വരണേ എന്ന് ഞാൻ ആശിക്കാറുണ്ട്. ഗാനങ്ങൾ എഴുതുമ്പോഴോ അവയിൽ കവിത നിറതുളുമ്പണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കവിതയും ഗാനവും തമ്മിലുള്ള അകലം ഇല്ലാതാകുകയാണ് ഭാവപ്രകാശനത്തിലൂടെ അത് കേൾവി മനസ്സിൽ സുഹൃതമായി പെയ്തിറങ്ങുമ്പോൾ. കവിതയും ഗാനവും രണ്ടും ഈശ്വര സാന്നിധ്യത്തിൻ്റെ നേർക്കുള്ള അർച്ചനകളായി മാറുമ്പോഴാണ് കവിത അമൃതതുല്യമാകുന്നതും ആ അമൃതത്തിലെ അഴകായി, അലങ്കാരമായി, ആനന്ദമായി, ചൈതന്യമായി സംഗീതം നിവേശിതമാകുന്നതും. മലയാളത്തിലെ ചമയകലയുടെ മൂത്താശാരിമാരിൽ ഒരാളായിരുന്നു MO ദേവസ്യ. അദ്ദേഹത്തിന് ഗുരുസ്ഥാനീയരായിരുന്ന KV ഭാസ്കരനെയും അദ്ദേഹത്തിൻ്റെ അനുജനായിരുന്ന ബോസിനെയും മറന്നുകൊണ്ടല്ല. ഒരുപക്ഷെ KV ഭാസ്കറിന് ശേഷം മലയാള ചമയകല കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭാഷാഭേദമന്യേ അദ്ദേഹം കമലഹാസൻ്റെ പേഴ്സണൽ മേക്കപ്പനായി വരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് MO ദേവസ്യ. അദ്ദേഹം നിർമ്മാണം തുടങ്ങുകയും നിർമ്മാണത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലരെയും ഇടചേർക്കാൻ നിർബന്ധിതനാകുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ബാനറിൻ്റെ പുറത്ത് നിർമ്മാണം MO ദേവസ്യ എന്ന അടയാളവുമായി പുറത്തിറങ്ങുകയും ചെയ്ത ഒരു ചലച്ചിത്രമാണ് നാത്തൂൻ. അതിന് സംഗീതം പകർന്നത് ഒരുപക്ഷെ ഭാവഗാനങ്ങളുടെ ചക്രവർത്തി എന്ന് മലയാളം ഹൃദയം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടിയിരുന്ന MS ബാബുരാജാണ്. ദേവസ്യയുടെ ഈ നാത്തൂൻ എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ചിത്രസന്നിവേശ കലയിൽ താരതമ്യങ്ങളില്ലാത്ത ഔന്നത്യം സ്വന്തം നിലയിൽ നേടിയെടുത്തിട്ടുള്ള നാരായണൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ സാങ്കേതിക കലാകാരനാണ്. സംവിധാനം K. നാരായണൻ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ കുറിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ അപൂർവ ചാരുതയുള്ള ക്രൈസ്തവ ഭക്തിഗാനങ്ങളിൽ ഈ ഗാനത്തിന് ഒന്നാം നിരയിലാണ് സ്ഥാനമുള്ളത്. യേശുമാതാവിനെ പ്രപഞ്ചത്തിൻ്റെ ജനനിയായി താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് ആ പ്രപഞ്ചത്തിൻ്റെ ജനനിയോട് ആത്മാവിൽ ഒരു പുഞ്ചിരിയുടെ പ്രസാദമായി നീ വിരിഞ്ഞു നിൽക്കണമേ, നിൻ്റെ മധ്യസ്ഥതയിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ നീ മുൻകൈയെടുക്കണമേ എന്നർത്ഥിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ ഒരു അർത്ഥന മൊഴിരൂപമാണ് ഈ ഗാനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്നത്. ദൈവപുത്രന് ജനനം നൽകി ജനിമൃതികളെ അതിഭവിച്ച പ്രപഞ്ച ജനനിയെക്കുറിച്ചുള്ള ഈ ഗാനം അന്ന് നമുക്ക് വേണ്ടി ആലപിച്ചത് S. ജാനകിയാണ്. ഇവിടെ സെലിൻ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. ഭൂമിയിൽ നിൻ പദചലനം
ബ്രദർ അനി ജോർജ് രചനയും ബ്രദർ വിൻസെൻ്റ് സംഗീതവും പകർന്ന ഗത്സമേൻ എന്ന ആൽബത്തിൽ നിന്നുള്ള ഒരു ഗാനമാണ് നാം ഇനി കേൾക്കുന്നത്. നിൻ സവിധത്തിൽ അണയുന്നതിന് വേണ്ടി ഞാനിതാ എൻ്റെ കാലുകൾ മെല്ലെ മുന്നോട്ട് ചൂടുകൾ നീക്കുന്നു. ഞാനങ്ങനെ കടന്നു വരുമ്പോൾ അങ്ങയുടെ സവിധത്തിൽ അണയുന്നതിനും അങ്ങ് എന്നെ വാരിപ്പുണർന്ന് സ്വന്തം നെഞ്ചോട് ചേർത്ത് തഴുകുന്നതിനും എനിക്ക് അർഹതയുണ്ടാവണം. ആ അർഹതയ്ക്ക് വേണ്ടി ഈ ഭൗതിക ജീവിതത്തിൽ വലുതെന്ന് കരുതിയ പദവികളും സ്വത്തും എല്ലാം ഞാൻ ത്യജിക്കാൻ തയ്യാറാകുന്നു. ഈ മരുഭൂമിയിൽ കാരുണ്യത്തിൻ്റെ ദാഹജലം തേടി ഞാൻ അങ്ങയെ തേടി വരികയാണ്. എന്നെ നിരസിക്കരുതേ, നിരാകരിക്കരുതേ എന്ന അർത്ഥനയുടെ ഗാനഭാഷ്യമാണ് ഈ ഗാനം. അകാലത്തിൽ പൊലിഞ്ഞുപോയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാദ സൗഭാഗ്യങ്ങളിൽ ഒന്നായിരുന്നു രാധിക തിലക്. വളരെ സൗമ്യമായ ഒരു പെരുമാറ്റ പ്രകൃതവും എപ്പോഴും പുഞ്ചിരിക്കുന്ന പ്രസാദമധുരമായ വദനവുമായി നമ്മുടെ എല്ലാം മുമ്പിൽ ഒരു മിന്നാമിനിങ്ങിനെ പോലെ തുടിച്ച് പ്രസരിപ്പോട് ഓടി നടന്നിരുന്ന രാധിക തിലക് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും താൻ മരണത്തെ അഭിമുഖമായി നിന്നുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. അനുഗ്രഹീത ഗായികയായ സുജാതയുടെ ഉറ്റ ബന്ധുവായിരുന്ന രാധിക തിലക് ഒരിക്കൽ പോലും താൻ സുജാതയുടെ ബന്ധുവാണെന്ന് അവകാശപ്പെട്ട് ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഇത്ര അടുത്ത് പെരുമാറിയിരുന്ന ഞങ്ങളുടെ അടുത്ത് പോലും സുജാത പറയുമ്പോഴാണ് ഇവൾ എൻ്റെ അനീതിയാണ് പറഞ്ഞു വരുമ്പോൾ എന്ന ആ അടുത്ത ബന്ധത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. അപ്പോൾ ഒരിക്കലും തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മുൻകൈ എടുക്കാതെ തനിക്ക് ലഭിച്ച അവസരങ്ങളോട് 100% സത്യസന്ധമായി നീതി പുലർത്തിക്കൊണ്ടാണ് രാധിക തിലക് എന്ന ഗായിക നമ്മുടെ മനസ്സുകളിൽ ഇടം തേടിയത്. വേണ്ടിടത്തോളം അർഹതപ്പെട്ട രീതിയിലുള്ള അവസരങ്ങൾ രാധികയ്ക്ക് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് കാലം തുറന്ന് ഏറ്റുപറയട്ടെ. ഏതായാലും കിട്ടിയ അവസരങ്ങളോട് നീതി പുലർത്തിയ ഗായികയാണ് രാധിക തിലക്. ഈ ഗാനം ഒരു ഹൃദയാർച്ചന പോലെ തൻ്റെ ആലാപന സൗകുമാരി കൊണ്ട് സവിശേഷമാക്കി ഈ അനുഗ്രഹീത ഗായിക. മെറിൻ ഈ ഗാനം നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നു.
അനുഗ്രഹീത ഗായികയായ മലയാളത്തിൻ്റെ പ്രിയപുത്രിയായി കടന്നു വന്ന് ദക്ഷിണേന്ത്യയുടെ ഗായികയായി ഇപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ വാനമ്പാടി എന്ന് ലതാ മങ്കേഷ്കർ പേരെടുത്ത് വിളിച്ച് ലതയോടൊപ്പം ജാനകിയും സുശീലിയും നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ച KS ചിത്ര പാടിയ ഒരു ഗാനമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നത് മെറിനാണ്. നിർഭാഗ്യവശാൽ മുമ്പൊരു ഗാനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ആരാണ് ഈ ഗാനം എഴുതിയതെന്നുള്ളത് വ്യക്തതയോടുകൂടി വിവരങ്ങൾ ലഭ്യമല്ലാത്തത് മൂലം കൃത്യതയോടെ പറയാൻ കഴിയുന്നില്ല. ഫാദർ പനച്ചിക്കലും PK ഗോപി എന്ന അനുഗ്രഹീതനായ കവിയുമാണ് ഈ ആൽബത്തിലെ ഗാനങ്ങളെല്ലാം രചിച്ചിട്ടുള്ളത്. അതിൽ ഇത് ഗോപിയുടെ ഗാനമാണോ അച്ഛൻ്റെ ഗാനമാണോ എന്നുള്ളത് അവർ വെളിപ്പെടുത്തിയതിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് ഇരുവരോടും ഉള്ള ആദരസൂചകമായി ഈ ഗാനം നാം ശ്രവിക്കുകയാണ്. കാക്കിക്കുള്ളിലും സംഗീതത്തിന് ഉറവേ ഉണ്ടാകാം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കലാകാരനാണ് ടോമിൻ ജെ തച്ചങ്കരി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നിരവധി ഗാനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഈ ഗാനവും അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയത്. ശ്രുതിയിലെ ഇരട്ടിപ്പുകളും ഏകസ്ഥായികളും തമ്മിൽ ഇട ചേർത്തും ഇട പിരിഞ്ഞുമുള്ള ചില അന്യോന്യങ്ങളെ വളരെ കൗശലപൂർവ്വം ഇതിൽ തൊടുത്ത് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഗാനത്തിന് സംഗീതം പകർന്നിട്ടുള്ളത്. അത് ആലാപനത്തിൻ്റെ അകമ്പടിയോടുകൂടി പശ്ചാത്തല സംഗീതമായി നമ്മുടെ ഉള്ളിൽ പെയ്തിറങ്ങുമ്പോൾ ഹിന്ദുസ്ഥാനി രാഗങ്ങളോടുള്ള നമ്മുടെ അന്തർലീനമായ പ്രതിപത്തി നമ്മുടെ മനസ്സിൽ വീണ്ടും തുയിലുണർന്നു വരുന്നു. തച്ചങ്കരിയുടെ ഈണത്തിന് അതിമനോഹരമായി ചിത്ര ശബ്ദരൂപം നൽകിയ ഈ ഗാനം കേൾക്കുക. ജീവന്റെ ശാന്തി മന്ത്രം യേശുവേ
ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശകളിലൊന്ന് പാട്ട് പാടാൻ എനിക്കാവുന്നില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ പാട്ട് ആസ്വദിക്കാനുള്ളൊരു മനസ്സ് ദൈവം എനിക്ക് തന്നല്ലോ എന്നോർത്ത് ഞാൻ അതോടൊപ്പം നന്ദിയുള്ളവനുമാകും. ശ്രോതാക്കളിൽ 180 പേരുടെയും ഒരവസ്ഥ എൻ്റേതിനോട് തുല്യമാണ്. ആഗ്രഹ സംഗീതമാണ് നാം കേൾക്കുന്നതും പാടാൻ ശ്രമിക്കുന്നത്. ഇഷ്ടരാഗത്തിലുള്ള പാട്ടുകളെ നമുക്ക് പാടാൻ കഴിയൂ. പക്ഷേ നിർദ്ദിഷ്ട രാഗങ്ങളിൽ ആഗ്രഹങ്ങളെ ഉദ്ദീപിപ്പിക്കുമാറുള്ള സംഗീതം പകർന്നു നൽകുന്നവരാണ് ദൈവത്തിൻ്റെ വരം നെറുകയിൽ സ്വന്തം നിലയിൽ തന്നെ നേടുവാൻ കഴിഞ്ഞ ആ വരസിദ്ധി ജന്മനാ ലഭിച്ചിട്ടുള്ള സംഗീതകാരന്മാർ. ആ സംഗീതകാരന്മാരിലൂടെ, ആ ഗാനരചയിതാക്കളിലൂടെ, ആ ഗായകരിലൂടെ കാവ്യാമൃതം തേടുന്നത് ഈശ്വരാർച്ചനയുടെ ദിവ്യത്വം നിറതുളുമ്പി നിൽക്കുന്ന പുതിയ പ്രകാശ രേണുക്കളെയാണ്. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കും